വിഘ്നേശം സപരശ്വദാക്ഷപടികാം ദ്വന്ദ്വലസല്ലഡുകൈഃ ദോർഭിപ്പാശസ്ത്രിണിസ്വതന്തവരദാഢ്യൈർവാചതുർഭൃയുതം ശുണ്ഡാഗ്രാഹിതബീജപൂരമൂലുകുക്ഷിന്ദ്രിക്ഷണം സംസ്മരേത് സിന്ദൂരാഭമിഭാസ്യമിന്ദുശകലാദ്യാകൽപമബ്ജാസനം ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധ ജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിലിരിക്കുന്ന എൻ്റെ കുടുംബത്തിലെ കാരണവന്മാരെ, സദസ്സിലിരിക്കുന്ന ഗുരുജനങ്ങളെ, മുഖപരിചയം ഇല്ലാത്ത കുറേ മക്കളുണ്ട് ഇവിടെ, അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. നമ്മൾ ശരിക്കും നെയ്യാറ്റിൻകരയിലാണ് നമ്മുടെ ജനനവും നമ്മുടെ സ്കൂളും കോളേജും വളർന്നതുമെല്ലാം. അതുകൊണ്ട് ഇവിടെ കരിമ്പുക്കോണവുമായിട്ട് വലിയ ബന്ധമില്ല, പരിചയമുള്ള മുഖങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും ഇവിടെ പുതിയ ആളായിരിക്കും. ഒന്ന്, ഈ ഒരു ഉച്ചനട്ടുച്ച സമയമാണ്, ഒരു പ്രഭാഷണം കേൾക്കാനുള്ള മാനസിക അവസ്ഥയിലായിരിക്കുകയില്ല എല്ലാവരും. എങ്കിലും നമ്മുടെ ചടങ്ങ് എന്നുള്ള രീതിയിൽ കുറച്ച് സമയം തന്നിരിക്കുന്ന വിഷയം അങ്ങനെയാണ്, വല്ലാത്തൊരു വിഷയമാണ്. ഇത് പെട്ടെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. സനാതന ധർമ്മം എന്നാണ്. ലോകത്തിലെ ഏറ്റവും വൈശിഷ്ട്യമാർന്ന ഒരു ധർമ്മം മതമല്ല. സനാതനം എന്ന് പറഞ്ഞാൽ അതിനെന്തില്ല, അത് പുരാതനമാണ്, ഇപ്പോൾ അധുനാതനവുമാണ്, ഇനിയുള്ള കാലത്ത്, വരാൻ പോകുന്ന കാലത്ത് ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ കാലവും നിലനിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സനാതനത്തിനെ ഉന്മൂലനം ചെയ്യണമെന്നാണ് നമ്മുടെ പല രാഷ്ട്രീയക്കാരും, ഇന്ത്യക്കകത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ സ്റ്റാലിൻ്റെ മകൻ വരെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ പാവം അദ്ദേഹത്തിൻ്റെ അമ്മ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഗുരുവായൂരപ്പന് കിരീടം സംഭാവന ചെയ്തിട്ട് പോയ ആളാണ്. പക്ഷെ മകന് സനാതന ധർമ്മം ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ പിന്നിൽ നമ്മുടെ തൊട്ടു മുമ്പ് സംസാരിച്ച കല്ലവള്ളി മാമൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കേരളം എന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു കെട്ട കാലത്തിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഈ മതങ്ങളെ, മറ്റുള്ള വൈദേശിക ശക്തികളെ, വൈദേശിക മതങ്ങളെ സംഘടിതമാണ് അവരെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കക്ഷികളായാലും മാധ്യമങ്ങളായാലും സമൂഹത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനായാലും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവാർഡ് കിട്ടുകയുള്ളൂ, സമൂഹം അംഗീകരിക്കുകയുള്ളൂ, മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, സനാതന ധർമ്മത്തെക്കുറിച്ച് എതിരായി പറയുന്നവർക്ക് വലിയ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരുടെ കുറവാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുറവാണ്. നമ്മളിത് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ ശരിക്കും സനാതന ധർമ്മത്തെക്കുറിച്ച്, അതിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ കുട്ടികളോട് ധാരാളം പേര് ഇരിപ്പുണ്ട്. എത്ര പേരാണ് നാമം ജപിക്കാൻ അറിയുന്നത്, ഭഗവത്ഗീതയെക്കുറിച്ച് അറിയുന്നത്, നമ്മുടെ വേദാദി ശാസ്ത്രങ്ങളെക്കുറിച്ച് അറിയുന്നത്, നമ്മുടെ പുരാണങ്ങളെക്കുറിച്ച് അറിയുന്നത് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിരിക്കും ഉണ്ടാവുക. അമ്മൂമ്മമാർക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവരെല്ലാം ചെറുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ചെറുമക്കൾ മുമ്പ് വന്ന് ഇരുന്ന് തരൂല എന്നുള്ളതാണ് സത്യം, അല്ലേ? അവർ വളരെ എൻഗേജ്ഡാണ്. നമ്മളെക്കാളും ഏറ്റവും അധികം എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന കൊച്ചുകുട്ടികളാണ് നമ്മുടെ ചെറുമക്കളാണ്. ചെറുമക്കൾക്കും ഒന്നും സമയമില്ല എന്നാണ് അവരെല്ലാം പറയുന്നത്. കാരണം അവർക്ക് ഒരു പുതിയ സാധനം കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ടേ ഉള്ളൂ നമ്മളൊക്കെ ഇങ്ങനെ മാറാൻ തുടങ്ങിയിട്ട്. ഈ കെട്ടകാലത്തിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങി. ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും കെട്ടിടങ്ങളുടെ ബാഹുല്യമാണ്. മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിച്ചിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പൊ നമ്മളെല്ലാം നമ്മുടേതായ വലിയ കെട്ടിടങ്ങളും വെച്ച് മതിൽക്കെട്ട് ഉണ്ടാക്കി അതിനകത്തൊരു പട്ടിയം വളർത്തി, പറ്റുമെങ്കിൽ ആളുകളുമായിട്ട് ബന്ധമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് കുടുംബ സംഗമം നടക്കുന്നത്. ഒരു വലിയ ശ്രമമാണ് ഇത്. ഇങ്ങനെ ഇത്രയും പേരെ ഈ ഹാളിനകത്ത് ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. കാരണം കുടുംബ സംഗമം ഇപ്പൊ നടക്കുന്നത് ഏറ്റവും കൂടുതൽ അന്യ മതസ്ഥരുടെ ഇടയിലാണ്. നമുക്ക് കോഴിക്കോടോ മലപ്പുറത്തോ ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മുസ്ലിങ്ങൾ വളരെ ആക്റ്റീവായിട്ടാണ് അവർ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുക മാത്രമല്ല അവർക്ക് ആരോഗ്യം, അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക സെമിനാർ, ഒരു 1 മണിക്കൂർ ക്ലാസ് അതായിരിക്കും.
അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ പറഞ്ഞതുപോലെ സമൂഹത്തിലെ ഈ നമ്മുടെ കുടുംബത്തിനകത്തുള്ള പ്രശസ്തരായിട്ടുള്ള ഒരു പല രീതിയിൽ എഴുത്തുകാരായിട്ട് ഇവിടെ എഴുത്തുകാരുണ്ട്. വളരെ വലിയ കാര്യമാണ്. നമുക്ക് പട്ടം കൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് ഇവിടെ പറയുന്നു, മാമനാണ്. നമ്മൾ എന്താണ് ഇന്നലെ ഒരു പുസ്തകം പ്രസിദ്ധം ചെയ്തു. അതിന്റെ ചടങ്ങുകൾ ഒന്നാം തീയതി ആയിരുന്നു അതിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞത്. പട്ടത്ത് വെച്ചായിരുന്നു NSSന്റെ ഹാളിൽ വെച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൗഢോജ്വലമായ ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുകയും ആ പുസ്തക പ്രകാശനം അഷ്ടാവക്ര സംഹിത എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രകാശനം. അതിനു മുമ്പ് 4ഓളം ജ്യോതിശാസ്ത്രത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, ജ്യോതിഷ ഗ്രന്ഥങ്ങൾ. പട്ടം കൃഷ്ണൻ നായർ സാർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനാണ്. ജ്യോത്സ്യൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കാണുന്ന ഒരു തലമുണ്ട്. ഈ വഴിവെക്കൽ ഇങ്ങനെ കബഡിയും വെച്ചുകൊണ്ട് കബഡി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ല. അത് നമ്മളെ തെറ്റിദ്ധാരണയാണ്. ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം ശരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. ജ്യോതിഷത്തെക്കുറിച്ച് എനിക്ക് ഓൺലൈനിൽ തന്നെ ഏതാണ്ട് 10-70ഓളം സ്റ്റുഡൻസ് ഉണ്ട്, ഓഫ്ലൈനായിട്ട് ഏതാണ്ട് 30ഓളം സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അതിലേക്ക് ഞാൻ ഇറങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രവചന ശാസ്ത്രം എന്നുള്ള രീതിയിലല്ല. ദിസ് ഈസ് പ്യൂർലി അസ്ട്രോണമിയാണ്. അതിനകത്ത് മികച്ചു നിൽക്കുന്നത്. ഹോരാശാസ്ത്രം എന്നാണ് അതിന്റെ ബേസിക് ഗ്രന്ഥത്തിന്റെ പേര്, ഹോരാശാസ്ത്രം. അതിപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ കലികാലത്ത് ഏറ്റവും നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് വരാഹ മിഹിരാചാര്യന്റെ ഹോരാശാസ്ത്രം എന്ന് പറയുന്നത്. ധന്വന്തരി ക്ഷപണക അമരസിംഹ ശംഖു വേതാളവട്ട കടകർപ്പര കാളിദാസ ഖ്യാതോ വരാഹ മിഹിര നൃപതേ സഭായ നവവിക്രമസ്യ. വിക്രമാദിത്യ സദസ്സിലെ ഏറ്റവും ഖ്യാതനായിട്ടുള്ള ആളാണ് ഈ പറയുന്ന വരാഹമിഹിരൻ. ആ വരാഹമിഹിരാചാര്യന്റെ ഹോരാശാസ്ത്രം, ഈ ഹോര എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണ്? പൂർവ്വ അപരവർണ്ണ ലോപാത്. അഹോരാത്രത്തിന്റെ പൂർവ്വവർണ്ണവും അപരവർണ്ണവും ലോപിച്ചുണ്ടായതാണ് ഹോര. അഹോരാത്രം എന്ന് എഴുതിയിട്ട് അതിൽ പൂർവ്വവർണ്ണമായ ആയയും അപരവർണ്ണമായ ത്രം എന്നുള്ള 2 അക്ഷരങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നടുക്കുള്ളതാണ് ഹോര. ഹോര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മണിക്കൂർ എന്നാണ് അർത്ഥം. കാലവിധാന ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. കാലവിധാന ശാസ്ത്രം, കാലത്തെക്കുറിച്ച് ഗണനം ചെയ്യുന്ന ശാസ്ത്രം. അതുകൊണ്ടാണ് നമ്മൾ കാലം വരുമ്പോഴാണ് മനുഷ്യൻ ചത്തുപോണത്. ഇപ്പൊ നമ്മൾ പറയും കാലം വന്നു എന്ന് പറയും. ശരിക്കും കാലൻ എന്ന് പറഞ്ഞ ആരാണ്? കാലമാണ്, ടൈമാണ്. ടൈമിനെയാണ് നമ്മൾ കാലൻ എന്ന് പറയുന്ന ഒരു മിത്തിഫിക്കേഷനിൽ കൂടെ നമ്മൾ കാണിച്ചു തരുന്നത്. ഒരാളിനെ പെർസോണിഫൈ ചെയ്യുന്നു. കാലം എന്ന നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒന്നിനെ പെർസോണിഫൈ ചെയ്ത് കാണിക്കുന്നതാണ് കാലൻ. അതിന്റെ മറ്റൊരു രൂപമാണ് യാമം. യാമം എന്ന് പറഞ്ഞാൽ ഇത്ര യാമം എന്ന് രാത്രിയുണ്ട്, ഇത്ര യാമം പകലെന്ന് നമ്മൾ പറയാറുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ യമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാമത്തിന്റെ അധിപതിയാണ് യമൻ. അപ്പൊ സമയത്തെ കാണിക്കുന്നതാണ്. സമയം വരുമ്പോൾ ഒരാൾ ചത്തു, അതാണ് കാലൻ വന്നു എന്ന് പറയുന്നത്. അപ്പോ ഈ ശാസ്ത്രത്തെ ഇന്ന് വളരെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ ശാസ്ത്രം യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ നക്ഷത്രം എന്ന് പറയുന്നു. നക്ഷത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ യുക്തി എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എല്ലാവർക്കും ഓരോ നക്ഷത്രങ്ങളുണ്ട്. അമ്മയുടെ നക്ഷത്രം എന്താണ്? മകം. ഈ മകം എന്ന് പറയുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം അറിയാമോ? എന്താ നമ്മൾ മകം എന്ന് പറയുന്നത്? 27 നക്ഷത്രങ്ങളുണ്ട്, അതിലൊരു നക്ഷത്രമാണ് മകം എന്ന് പറയുന്നത്. നല്ല നക്ഷത്രം. എന്തുകൊണ്ട് മകം നക്ഷത്രത്തിൽ അമ്മ ജനിച്ചു എന്ന് പറയുന്നു അറിയാമോ? നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ അമ്മമാർക്കും ശരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ നമ്മുടെ ഒരു ദിവസം നമ്മൾ കലണ്ടർ നോക്കിയിട്ട് ഇന്ന് മകം ഇത്ര നാഴിക, ഇത്ര വിനാഴിക ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് കാലത്തിന്റെ കാൽക്കുലേഷനാണ്. ഈ മകം നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ചിങ്ങം രാശി എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റലേഷനാണ്. ആ കോൺസ്റ്റലേഷനിലാണ് അമ്മ ജനിച്ചത്. ജനിച്ച സമയത്ത് ചന്ദ്രൻ നിന്നത് ഈ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു വലിയ വൃത്തമുണ്ട്. ആ വൃത്തത്തിനെയാണ് നമ്മൾ പറയുന്നത്? രാശികൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ കോൺസ്റ്റലേഷൻ എന്ന് പറയും. അവരതിന് ഏരീസ്, ടോറസ്, ജെമിനി, പിന്നെ കർക്കിടകത്തിന് ക്യാൻസർ, പിന്നെ ലിയോ എന്നാണ്. ലിയോ ഈസ് ലയൺ. ലയൺ എന്നുള്ളതിനാണ് നമ്മൾ സിംഹം എന്നാക്കിയത്. അതിനാണ് ചിങ്ങരാശി. തമിഴ് ഭാഷയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതുകൊണ്ട് ചിങ്ങരാശിയായി. ആ ചിങ്ങരാശിയുടെ 1ാമത്തെ ഡിഗ്രി മുതൽ 30ാമത്തെ ഡിഗ്രി വരെ ഉള്ളതിൽ ആദ്യത്തെ 13 ഡിഗ്രി 20 മിനിറ്റ് ആണ് ഈ മകം നക്ഷത്രം ഉള്ളത്. ആ മകം നക്ഷത്രത്തിൽ കൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് അമ്മ ജനിച്ചത്. അതുകൊണ്ടാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത്. ആ മകം നക്ഷത്രം 27 പ്രാവശ്യത്തിൽ 27 ഈ നക്ഷത്രങ്ങൾ ചുറ്റിയിട്ട് അവിടെ വരുമ്പോൾ ആ ദിവസം നമ്മൾ അമ്പലത്തിൽ പോയി പൂജ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാമോ? അന്നേ ദിവസം ഈ പറഞ്ഞ 27ാമത്തെ ദിവസം മകം നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അന്തരീക്ഷത്തിൽ ഈ ഒരു സ്പേസ് മാർക്ക് അവിടെയുണ്ട്. ഏതാണ്? ചന്ദ്രൻ നിൽക്കുന്ന ആ കോൺസ്റ്റലേഷൻ. അതിനെയാണ് നമ്മൾ മകം നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് അന്നേ ദിവസം പൂജ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു വളരെ യുക്തിപരമായ ലോജിക്കൽ ആയിട്ടുള്ള ഒരു സയൻസ് ആണ്. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറയല്ല ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ.
വളരെ അത്ഭുതകരമായ ഒരു സയൻസാണ്. അത് വരാഹമീരന്റെ കാലഘട്ടത്തിൽ 4-ാം നൂറ്റാണ്ടില് ഈ കാൽക്കുലേഷൻ എല്ലാം നടത്തിയിരുന്നു. അതാണ് രസം. ചന്ദ്രന്റെ സഞ്ചാരം, സൂര്യന്റെ സഞ്ചാരം, മറ്റ് ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ജാതകം വീട്ടിൽ പോയി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ശുക്രനുണ്ട്, കുജനുണ്ട്, വ്യാഴമുണ്ട്, പിന്നെ 2 നോഡുകളുണ്ട്. അതിനാണ് നമ്മൾ സർപ്പനും ശിഖി എന്നും പറയുന്നത്. അത് രണ്ടും എന്താണ്? ഛായാഗ്രഹങ്ങൾ എന്നാ പറയാ. ഛായയാണ്, ഭൂമിയുടെ ഛായ അവിടെ അടിക്കുന്നു. അതിനാണ് നമ്മൾ സർപ്പൻ എന്ന് പറയാം. അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഛായ വരും. രണ്ടും ഇവരും തമ്മിൽ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അതിനാണ് 2 നോഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സർപ്പനും ശിഖി എന്ന് പറയുമ്പോൾ എവിടെ സർപ്പൻ ഇരിക്കുന്നു. പിന്നെ ഗ്രഹണം വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? പിന്നെ മടലെടുത്ത് അടിക്കും പണ്ടത്തെ കാലത്ത്. എന്തിനു വേണ്ടിയിട്ടാ? സർപ്പം സൂര്യനെ പിടിച്ചു കളഞ്ഞു. അതുകൊണ്ട് നമ്മളൊരു ആചാരം വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നോഡിലേക്ക്, ഈ പറഞ്ഞ സർപ്പനിലേക്ക് ആര് വന്ന് പ്രവേശിക്കുന്നു? സൂര്യൻ വന്ന് പ്രവേശിക്കുന്നു. അപ്പം എന്ത് നടക്കും? ഗ്രഹണം നടക്കും. ഈ ഗ്രഹണം നടക്കുന്നതിനെയാണ് നമ്മളെ പിന്നെ എന്താണ് ആര്യഭടൻ പറഞ്ഞത്, ഛാദയതി ശശി സൂര്യം ശശിനം മഹതി ഭൂച്ഛായ. ഛാദയതി എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നു. ശശി സൂര്യം ഛാദയതി, സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നു. അതാണ് ഗ്രഹണം. അപ്പൊ ഇതാരാ പറഞ്ഞത്? ആര്യഭടനാണ്, സായനാചാര്യനാണ്. ധാരാളം നമ്മുടെ ഈ പിന്നെ അസ്ട്രോണമേഴ്സ് നമ്മുടെ പൂർവ്വകാലത്തിലുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മളിപ്പോ പറയുന്നു കെപ്ലറാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്, കോപ്പർനിക്കസ് ആണ്, ഗലീലിയാണ് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചപ്പോ നമ്മൾ നമ്മുടെ പൂർവികമായ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ആ സയൻസിനെ നമ്മൾ മറന്നു. എന്നിട്ട് അവിടെ ശരിക്കും അസ്ട്രോണമി അനുസരിച്ച്, അസ്ട്രോഫിസിക്സ് അനുസരിച്ചുള്ള കാൽക്കുലേഷൻസിനെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് പോലെ, ഉയർന്ന തലത്തിൽ ഉണ്ടായിരുന്നത് പോലെ മറ്റൊരു രാജ്യത്തും ഇല്ലായിരുന്നു. നമ്മളിൽ നിന്ന് കോപ്പി അടിച്ചത് ഈ ലോകത്തുള്ളൂ. ഇത് എന്തിനു ഞാൻ പറഞ്ഞു എന്ന് വെച്ചാല്, ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. കാരണം നമ്മുടെ പൂർവികരെല്ലാം പൊട്ടന്മാരായിരുന്നു, വിഡ്ഢികളായിരുന്നു. നമ്മുടെ അപ്പൂപ്പന്മാരെല്ലാം എന്താണ്, യാതൊരു വിവരവും ഇല്ലാത്ത വിവരദോഷികളായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാരൻ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. അതോടുകൂടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം 1835 എന്താണ് ഇവിടെ നടപ്പിലാക്കി, എന്താണ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോർഡ് മെക്കോളെ നടപ്പിലാക്കുന്നു. അതോടുകൂടി നമ്മുടെ എന്ത് ചെയ്തു? നമ്മുടെ തലച്ചോറ് നമ്മൾ ഇംഗ്ലീഷുകാരന് പണയം വെച്ചിട്ട് നമ്മുടെ സയന്റിസ്റ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഏതൊരു സയൻസും, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പിന്നെ എന്താണ് ശുശ്രുതൻ സർജറി ചെയ്യുന്നതിന്റെ ഒരു ശില്പം അവിടെ വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് അതിന്റെ അർത്ഥം എന്നാണ്? ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലുള്ള പിന്നെ ഒരു മെഡിക്കൽ സയൻസിന്റെ ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്? സർജറി. ആദ്യമായിട്ട് സ്കള്ള് സർജറി ചെയ്യുന്നതാണ് അവിടെ ചിത്രം കൊടുത്തിട്ടുള്ളത്. സ്കള്ളിന്റെ സർജറിയാണ് ചെയ്യുന്നത്. അതിന് ആയുർവേദ കോളേജിലൊക്കെ എക്സിബിഷൻ നടക്കുമ്പോൾ നോക്കുമ്പോൾ അറിയാം. എന്റെ കൂടെ ഒരു ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു ഒരിക്കലും ആയുർവേദ കോളേജിൽ എക്സിബിഷൻ നടത്തുമ്പോൾ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. പിന്നെ എന്താണ്, ഡോക്ടർ സതീഷ് കുമാർ, യൂറോളജിസ്റ്റ് ആണ്. ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിനെയും കൊണ്ട് അവിടെ പോകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ഓരോ സർജറിയുടെ ഉപകരണങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇന്നിപ്പോ നാനോ ടെക്നോളജിയാണ്, അതിന്റെ കാലമാണ് അല്ലെ? അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന ആ ഉപകരണങ്ങളിൽ അല്ല, ഈ സൂചിയുടെയും കത്തിയുടെയും ഒക്കെ രൂപങ്ങൾ, അതിനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ കൊടുത്തിട്ടുള്ള ആ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാധനവും ഇന്ന് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതെന്താണ്? ടെക്നോളജി അഡ്വാൻസ് ചെയ്തപ്പോൾ അതനുസരിച്ചിട്ട് മാറ്റം ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് അതിന്റെ സത്യം. അപ്പോ നമ്മുടെ സയൻസ് എത്രയധികം ഉയർന്നിരുന്നു, നമ്മുടെ പാരമ്പര്യം എത്ര ഉന്നതമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ സാഹിത്യത്തെ കുറിച്ചുകൂടെ കുറച്ചു നേരത്തെ സംസാരിച്ചു. നമ്മുടെ സാഹിത്യകാരന്മാരെ എടുത്ത് പരിശോധിച്ച് നോക്കുക. നായന്മാര് സാഹിത്യകാര്യത്തിൽ ഏറ്റവും ഉന്നത നിലകളിൽ വിരാജിച്ചിരുന്നത് ആരെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? ഇവിടെ സാഹിത്യത്തിന് നമ്മൾ എല്ലാ കാലവും ഇന്നും നിലവിലുള്ള സാഹിത്യകാരന്മാരെ നോക്കിക്കഴിഞ്ഞാൽ നായന്മാരാണ് ഏറ്റവും മുമ്പിൽ. അപ്പൊ നമ്മുടെ പാരമ്പര്യത്തിന് നമുക്ക് മറ്റ് ജാതികളിലെ ആളുകൾ ഇല്ല എന്നുള്ളതല്ല പറയുന്നത്. വലിയ ഒരു ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു സമൂഹം തന്നെയാണ് നായന്മാർ. ഇപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ കുടുംബസംഗമമായതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ജാതി പറയുന്നത്. ജാതി നമുക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. വേടന്മാരൊക്കെ ഉയർന്നു വരുന്ന ഒരു കാലമാണ്. ഇപ്പൊ റാപ്പ് ഗീതമൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. വേണമെന്നാണ് അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവണം. പുതിയ ആളുകൾ വരട്ടെ, അവരൊക്കെ അവരുടെ കവിതകളൊക്കെ കേൾക്കട്ടെ. അയ്യങ്കാളി യശമാനനെ കുറിച്ചൊക്കെ, വില്ലുവണ്ടി യാത്രയെ കുറിച്ചൊക്കെ നാട്ടുകാർ അറിയട്ടെ. നമ്മൾ ഒരു കാരണവശാലും എന്താണ്, താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നവരെ നിരോധിക്കാൻ വേണ്ടി അല്ല ജാതി സംഘടന ഇവിടെ മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയത്. അദ്ദേഹം സവർണ ജാഥ നടത്തിയ ആളാണ്. ക്ഷേത്രപ്രവേശനം ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയ ആളാണ് മന്നത്ത് പത്മനാഭൻ. അതുകൊണ്ട് നായന്മാർക്ക് മറ്റു ഏതൊരു വിഭാഗത്തിനോടും യാതൊരു എതിർപ്പും ഇന്നേ വരെ ഇല്ല. ഇത് സനാതന ധർമ്മത്തെ കുറിച്ച് പറഞ്ഞതിന്റെ ഒരു ഭാഗം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ വെല്ലുവിളികളാണ്.
നേരത്തെ സൂചിപ്പിച്ചു, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഒരു അനുശോചനം രേഖപ്പെടുത്തി നമ്മുടെ സെക്രട്ടറി. ആർക്ക് വേണ്ടിയിട്ടാണ്? പഹൽഗാമില് മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയവർ എത്രയോ പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അവൻ വെടിവെച്ചത്, ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു വലിയൊരു ശക്തി, ഇന്റർനാഷണൽ ശക്തി, അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു വലിയൊരു സമൂഹം ഭാരതത്തിന്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടായ്മകളിൽ, കൂടിച്ചേരലുകളിൽ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നില്ല. കാരണം നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ പേടിക്കുന്നു, മാധ്യമങ്ങളെ പേടിക്കുന്നു, മറ്റുള്ള ജനതതികളെ നമ്മൾ പേടിക്കുന്നു, നമ്മുടെ മറ്റു ജാതികളെ നമ്മൾ പേടിക്കുന്നു. പേടിച്ചുകൊണ്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ഏതെങ്കിലും കാണുന്ന വായ നോക്കിയുടെ കൂടെ ഇറങ്ങി പോണത്. എങ്ങനെ ഇറങ്ങി പോകുന്നു? അവന്റെ മതത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് സലഫി സെന്ററുകളിൽ വഴി ക്ലാസുകൾ കിട്ടിയിട്ട് അവന് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള DGP, ഒരു വനിതാ DGP, അവരുടെ പേര് ശ്രീലേഖ എന്നാണ്, IPS അല്ലെ, ആദ്യത്തെ ഫസ്റ്റ് വിമൺ IPS വന്ന അവരാണ്. ശ്രീലേഖ മേഡം പറയുന്നുണ്ട് കൃത്യമായിട്ട് സലഫി സെന്റർ തിരുവനന്തപുരത്തുണ്ട്. ഇവിടെ സ്റ്റാച്യുവില്. എന്തിനു വേണ്ടിയിട്ടാ? ഈ പയ്യന്മാരെ, നല്ല സുമുഖന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെ ട്രെയിനിങ് കൊടുക്കുന്നു. എന്ത് ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്? നായർ പെൺകുട്ടിയെ എങ്ങനെ പ്രേമിക്കാം, ഈഴവ പെൺകുട്ടിയെ എങ്ങനെ പ്രേമിക്കാം, ബ്രാഹ്മൺ പെൺകുട്ടിയെ എങ്ങനെ പ്രേമിക്കാം. അങ്ങനെ പ്രേമിച്ചതിന് ശേഷം അവന്റെ വലയത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവൻ വല്ല സത്യസരണിയിലോ പൊന്നാനിയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതിനെ മതപഠനം കൊടുക്കുന്നു. അവരുടെ ഉദ്ദേശം എന്താണ്? സ്വന്തം മതത്തിലേക്ക് ആളുകളെ കൂട്ടുന്നതോടുകൂടി, നമ്മളാണെങ്കിൽ 1-2 ഉള്ളൂ, ഒന്നും പാതിയുമേ ഉള്ളൂ, പറയാറുണ്ടല്ലോ, ഒരു അച്ഛനും അമ്മയും അല്ലെ, ഒരു വിവാഹം കഴിഞ്ഞ് 2 കുടുംബങ്ങൾ ഒന്നാകുമ്പോൾ അതിൽ ജനിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും. ഈ ഒരു പെൺകുട്ടി അവൻ അടിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ അംഗസംഖ്യ കുറഞ്ഞ് ചുരുങ്ങി വരികയാണ്. ഇത് ഒരു ആഗോള താല്പര്യത്തിന്റെ ഭാഗമാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് യാദൃച്ഛികമായിട്ട് അല്ലെ, ആക്സിഡന്റലി സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കുടുംബ കൂട്ടായ്മകൾക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് അടുത്ത കാലത്ത് ഒരു 4 വർഷം മുമ്പാണ് പെരിങ്കടവളയിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. നെയ്യാറ്റിൻകര പെരിങ്കടവളയിൽ നടന്ന ഒരു സംഭവം. ഈ സ്വന്തം മകൾക്ക് വേണ്ടി 201 പവനും ഉണ്ടാക്കി വെച്ച് വസ്ത്രങ്ങളെല്ലാം എടുത്തു. എല്ലാ തരത്തിലുള്ള മറ്റുള്ളവർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും കൊടുക്കേണ്ട വസ്ത്രങ്ങളെല്ലാം എടുത്ത് കല്യാണത്തിന് തയ്യാറായി നിന്നു. കല്യാണത്തിന് റെഡിയായി നിൽക്കുമ്പോഴത്തേക്ക് വീട്ടിന്റെ പുറകു വശത്ത് ഒരു പന്തൽ കെട്ടണം. ആ പന്തൽ കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ JCB കൊണ്ട് ഇടിക്കുകയാണ്. ഇപ്പൊ JCB കൊണ്ട് ഇടിക്കുമ്പോൾ JCB ഓടിക്കുന്ന ആളിന് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കണം. അപ്പൊ ഈ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നത് വീട്ടിലെ പലരും കൊണ്ടു കൊടുക്കുക. അതിനോടൊപ്പം ഈ പെൺകുട്ടിയും കൊണ്ടു കൊടുത്തു. 3ാമത്തെ ദിവസം JCB കൊണ്ടുള്ള ഇടിപ്പ് കഴിഞ്ഞു. ഈ JCBയിൽ കയറി ഈ പെൺകുട്ടി അവന്റെ കൂടെ പോയി എന്നുള്ളതാണ്. കണക്കാക്കണം നമ്മൾ 3 ദിവസത്തെ പരിചയം. ഈ പെൺകുട്ടികൾക്ക് എന്ത് പറ്റി നമ്മൾ ആലോചിക്കണ്ടേ? അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയുമായിട്ട് നമ്മൾ ഇരുന്നിട്ട് നമുക്ക് എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത്? ഒരു 1-2 ദിവസം കൊണ്ട് ഒരാളിന്റെ മനസ്സ് മാറ്റിയെടുക്കുന്ന വിദ്യ അവർ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ കുട്ടി ആ ട്രാപ്പിൽ വീണെങ്കിൽ നമ്മൾ എന്ത് ട്രെയിനിങ് ആണ് വീട്ടിൽ കൊടുക്കുന്നത്? നമ്മളിപ്പോ പറയാണ് എന്റെ മോള് അതിന് പഠിക്കുന്നു, ഇതിന് പഠിക്കുന്നു, IAS പ്രിപ്പയർ ചെയ്യാണ് അല്ലെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവിടെ 18ാമത്തെ വയസ്സാവുമ്പം അവൻ എന്ത് ചെയ്യും? പിടിച്ചു കെട്ടിച്ചതിന് ശേഷം അവൻ അതിൽ 2 മക്കള് 3 മക്കള് പിന്നെ എത്ര വേണോ കെട്ടാം. ഈ കല്യാണം കഴിഞ്ഞവൻ തന്നെയാണ് വീണ്ടും ഒരെണ്ണത്തിന് നമ്മളിൽ നിന്നുള്ള ഒരു പെൺകുട്ടി അടിച്ചുകൊണ്ട് പോണത്. നമ്മൾ വളരെ വിജിലന്റ് ആയിട്ടിരിക്കണം നമ്മളെ, അല്ലെങ്കിൽ ഈ സമൂഹം ഇല്ലാതായിട്ട് മാറും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. സനാതന ധർമ്മം എന്നല്ല, നമ്മുടെ ഈ നായർ സമൂഹത്തിലെ ഇതുപോലുള്ള കുടുംബ കൂട്ടായ്മകളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് ആളുകളെ വിളിച്ച് ക്ലാസ് കൊടുത്ത് ഇതുപോലുള്ള വേദികൾ ഉണ്ടാകണം. മാസത്തിലൊരിക്കലെങ്കിലും നമുക്ക് ചർച്ചകൾ നടത്തണം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇങ്ങനെ അബദ്ധം പറ്റി കഴിഞ്ഞാൽ നമ്മൾ അയാളെ തിരുത്താൻ വേണ്ടി കൗൺസിലിംഗ് സെന്ററുകൾ ഇപ്പോഴുണ്ട്, നിലവിലുണ്ട്. അവിടെ കൊണ്ടുപോയി നമുക്ക് അവരെ കാണിക്കാൻ സാധിക്കണം. വെറും 1 മാസം കൊണ്ട് അവിടെ താമസിപ്പിച്ചതിന് ശേഷം ആ കുട്ടി തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന എത്രയോ കുട്ടികളുടെ ചരിത്രം പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരെ തിരുത്തി കൊണ്ടുവരാൻ പറ്റും. കാരണം അവന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. നമുക്ക് ശരിയായ ശുദ്ധമായ പ്രേമത്തിന് നമ്മൾ ഒരിക്കലും എതിരല്ല. മതത്തിന് വേണ്ടി പ്രേമിക്കുന്നു, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. മതത്തിൽ ആളെ കൂട്ടിയിട്ട് ഇതിന്റെ സംഖ്യ കുറയ്ക്കുക, അതാണ് ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവന് നമ്മൾ നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കണമോ? ഇനി മറ്റൊരു ഇതാണ് ആൺകുട്ടികളെ സംബന്ധിച്ച്. ഈ പെൺകുട്ടികളും അതിൽ പെടും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ഇന്നിപ്പോൾ നല്ല രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നു. സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കണ്ട, ഹൈസ്കൂളിലാവുന്ന മുമ്പേ MD എടുക്കും, MA എടുക്കും ഇപ്പോൾ അല്ലേ? അതെ MD MAയുടെ അടിമകളാണ് ഇപ്പോ.
കുട്ടികൾ അറിയുന്ന പോലുമില്ല. സ്റ്റാമ്പിന്റെ രൂപത്തിലും മിഠായിയുടെ രൂപത്തിലും ഒക്കെ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് ഈ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താണ് അവസ്ഥ? ഈ കുട്ടികൾ അറിയാതെ ഈ ഐസ്ക്രീം പാർലറിലേക്ക് പോകും. അവൻ ഐസ്ക്രീം എല്ലാം ചേർത്തിട്ട് വിരലിൽ ഒരു തുമ്പ്, ഇത് എന്താണ് ഒരു നമ്മുടെ IPS ആയ ഇദ്ദേഹം പറഞ്ഞതാണ്, അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞതാണ്, ഒരു വിരലിൽ ഒന്ന് ശകല MDMA പുരട്ടിയിട്ട് ഇത് ഐസ്ക്രീമിൽ ചേർത്തിട്ട് കൈ അകത്ത് വെച്ചതിന് ശേഷം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം കഴിക്കണമെങ്കിൽ ആ ഐസ്ക്രീം സെന്ററിലേ പോവുള്ളൂ, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും. പിന്നെ അവൻ ക്രമേണ ലഹരിക്ക് അടിമയാകുകയാണ്. അങ്ങനെ അടിമയായിട്ട് എന്താണ് അവസാനം ഈ കുട്ടിയുടെ കുടുംബം തകർന്നു പോകുന്നു. ഇത് തിരിച്ചറിയുന്ന സമയം എപ്പോഴാണ്? എൻ്റെ വീട്ടിന്റെ തൊട്ട് താഴെ ഒരു പോലീസുകാരന്, അദ്ദേഹം വലിയൊരു കെട്ടിടമൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞാൽ ചുറ്റുമതിലൊക്കെ അടിച്ച് പട്ടിയെ വളർത്തിയിട്ട് നാട്ടുകാരും ആ കുട്ടിയോട് കൂട്ടുകൂടാനോ ഒന്നിനും അനുവദിക്കാറില്ല. അവര് അടുത്ത് ഞാൻ ഈ ബാലഗോകുലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ. അപ്പോഴത്തേക്ക് ഈ കുട്ടിയെ ഞാൻ വിളിക്കും, എൻ്റെ ശേഷക്കാരൻ്റെ കൂട്ടുകാരനാണ് ഈ കുട്ടി. അപ്പൊ ഞാൻ ഇവനെയും വിളിച്ചുകൊണ്ട് അവിടെ ഇവനെ ബാലഗോകുലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും രണ്ടക്ഷരം പഠിക്കട്ടെ, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ മോന് പിന്നെ അവൻ ബാംഗ്ലൂരൊക്കെ പഠിച്ചിട്ട് വന്നാണ്, അവൻ ഇതിനൊന്നും ഇപ്പോൾ നേരമില്ല, സമയമില്ല. ഓക്കെ ഫൈൻ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ കുട്ടി ഒരിക്കൽ അവിടെ മാങ്ങ വാങ്ങാൻ വേണ്ടി നമുക്ക് നല്ല വരിക്ക മാങ്ങ അവിടെ അദ്ദേഹം തൂക്കി തരും. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വരിക്ക മാങ്ങ വാങ്ങാൻ ചെന്നപ്പോഴത്തേക്ക് ഈ പയ്യൻ വന്നിട്ട് പറയണം, മാമന് പൈസയ്ക്ക് കൊടുക്കുകയാണോ മാങ്ങ എന്ന് പറഞ്ഞിട്ട് അവനോട് കയർക്കേട് കയറി, അച്ഛനോട് കയറി കയർക്കേട് മകൻ, മാമന് ചുമ്മാ കൊടുക്കച്ചാ അത് എന്ന് പറഞ്ഞ് അത്ര സ്നേഹമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ പല പ്രാവശ്യങ്ങളായിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, എന്താണ് തെങ്ങിന് കളയ്ക്കാൻ പോയിന്ന്, അപ്പം തെങ്ങിന് മരുന്നടിക്കാൻ പോയിന്ന് അല്ലേ മാമൻ തെങ്ങിന് മരുന്നടിക്കാൻ പോകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടുള്ള പിള്ളേര് തെങ്ങിന്റെ മൂട്ടിലിരുന്ന് മരുന്നടിക്കുകയാണ്. ഇതാണ് അവസ്ഥ. എന്ന് പറഞ്ഞാല് ഈ പയ്യനെ തെങ്ങിന്റെ മൂട്ടിൽ ഞാൻ ഇങ്ങനെ ചാരി ഇരിക്കുന്ന പല വർഷം അപ്പൊ ഞാൻ, മക്കളെ എന്തിനാണ് നീ ഇവിടെ ഇരിക്കണത്? അത് അവൻ ഇങ്ങനെ കുറെ ഇല്ല ഒന്നുമില്ല മാമ, അവൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആൾക്കും ഞാൻ പറയാം, എൻ്റെ മകനിവിടെ ഉണ്ട്, എൻ്റെ മകളിത് ഇവിടെ ഉണ്ട്. ഈ കുട്ടികളെ കണ്ടാൽ അച്ഛനോ അമ്മയ്ക്കോ തിരിച്ചറിയാൻ പറ്റില്ല, അത്ര ഹാപ്പി ആയിട്ടാണ് അവരുടെ ബിഹേവിയർ. പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് അവന്റെ സ്വഭാവം മാറുന്നത്. ഇപ്പോൾ പ്രശ്നമായി ഒരു ദിവസം വീട്ടിലെ അമ്മ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ്. മാരായമുട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, കാരണം കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എൻ്റെ മകൻ കൊല്ലും, കഴുത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്, ചുമരിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഇവനെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഈ പയ്യൻ ഇങ്ങനെ ബൈക്ക് എടുത്തുകൊണ്ട് കണ്ണൻകുഴി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ, കണ്ണൻകുഴി എന്ന് പറഞ്ഞാൽ അമരവള റെയിൽവേ സ്റ്റേഷൻ, അവിടെ ട്രെയിന് അവിടെ നിന്ന് അമരവളയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഈ റെയിൽവേ ഗേറ്റ് അടച്ചിടും. അവിടെ ബൈക്ക് കൊണ്ടുവച്ചു, നടുക്കുകൊണ്ട് ബൈക്ക് വെച്ചു, നേരെ ഇങ്ങനെ നടന്നു പോവുകയാണ്, റെയിൽവേയുടെ പാളത്തിൽ കൂടെ നടന്നു പോവുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെടുന്നു, വരുന്നു, നല്ല 6 അടി പൊക്കം, ഒത്ത ശരീരം, അവനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ബ്യൂട്ടിയാണെന്നറിയാം, ഹാൻസം, നല്ല ഒരു പയ്യനാണ്. അവിടെ ട്രെയിൻ അടിക്കുന്നു, മരിക്കുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ മരണത്തിന് 3 ദിവസം കഴിഞ്ഞ് അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ അച്ഛൻ്റെ മുഖത്ത് ഒരു മുഖമാറ്റം, ഒരു ഭാവമാറ്റവും ഇല്ല. ഞാൻ ചോദിച്ചു, എന്താണ് ചേട്ടാ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ചേട്ടന്? അപ്പം പറഞ്ഞു, ഇത് ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ എന്നേ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇവൻ എന്ന് മരിച്ച് ഇവന്റെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ ആ വഴിക്ക് പൊക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാരാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, ചില രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകൾ സ്കൂളുകളുടെ നടയിൽ വെച്ചിട്ട് ഇതൊക്കെ വിതരണം ചെയ്യുന്നു, കോളേജുകളിൽ വിതരണം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ അകത്തോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചന്ദനക്കുറിയിട്ടോ ഒരു കയ്യിലൊരു ചരട് കെട്ടിയോ കയറാൻ പറ്റില്ല. പക്ഷെ ഇടത്തോട്ട് മുണ്ടെടുത്ത് തലയിൽ തൊപ്പിയും വെച്ച് കയറാൻ ഒരു കുഴപ്പമില്ല. കാരണം ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്ത് മുസ്ലിമാണ്, അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്താണ്, തിരുവനന്തപുരം പത്മനാഭന്റെ വകയായിരിക്കും, പക്ഷേ തിരുവനന്തപുരത്ത് നടക്കുന്ന നിയമസഭാ മന്ദിരം ഞങ്ങളുടെയാ. എന്താ ചോദിച്ചത്? അവിടെ ആര് പോയാലും ഇടത്തോട്ട് മുണ്ടെടുത്ത് തലയിൽ തൊപ്പിയും വെച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഏത് ഓഫീസിൽ നിങ്ങൾക്ക് കയറി ചെല്ലാം, ഒരു നിയന്ത്രണവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പേടിയാണ് മുസ്ലിമിനെ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു മതമല്ല, പ്യൂർലി എന്താണ്, ഇതൊരു പൊളിറ്റിക്സ് ആണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മതമാണെന്ന് വിചാരിക്കുന്നത്, രാഷ്ട്രീയമാണ്. ആഗോള ഇസ്ലാമിക വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതിന്റെ ഒരു ഇതാണ് ഞാൻ ഈ പറഞ്ഞ 2 ഉദാഹരണങ്ങൾ. പെൺകുട്ടികളെ ഒരു രീതിയിൽ, ആൺകുട്ടികളെ മറ്റൊരു രീതിയിൽ. പക്ഷേ ദൗർഭാഗ്യം, കാരണം അവനവൻ അല്ലെ ചെയ്യുന്നതിന്റെ പരിണതി അവൻ തന്നെ അനുഭവിക്കും, അല്ലേ? അതല്ലേ എന്റെ സത്യം. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവര് ഹാലിളകി ഓടുകയാണ്. എന്തുകൊണ്ടാണ്? അവരുടെ കുട്ടികളെല്ലാം ഈ ഡ്രഗ് സ്വയം ഉപയോഗിച്ചതിന് ശേഷമല്ലേ മറ്റൊന്ന് കൊടുക്കാനൊക്കെ ഉള്ളൂ. ഇവന്മാരെല്ലാം ഇതിന്റെ അടിമയായിപ്പോയി. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കൊട്ടുവടിയും കൊണ്ട് വെഞ്ഞാറമ്മോട് ഓടി നടന്ന് അമ്മയെയും സഹോദരനെയും മക്കളെയും കാണുന്നവനെയൊക്കെ തലക്കടിച്ച് കൊല്ലുന്ന അത്രയ്ക്ക്. ഇതിന് കാരണം എന്താ? കാരണം
ഈ ഡ്രഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകത്തിൽ കൂടെ ജീവിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, ഒരു ഫുഡ് കഴിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായി. നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഇവിടെയുള്ള മക്കൾ ഇരിക്കുന്ന മക്കൾക്കറിയാം, അവരോടും പറയും അച്ഛാ നേരെ പിന്നെ സ്വിഗ്ഗിയിലൊന്ന് ഓർഡർ ചെയ്യുന്നു പറയും, അല്ലെ? നേരെ സ്വിഗ്ഗിയിലോട്ട് ഒരു ടാക്സി വേണം, നമ്മൾ ഊബർ വിളിക്കും. നമുക്ക് എന്ത് വേണോ നമുക്ക് റെഡിമെയ്ഡാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തിയും ആ ആഗ്രഹത്തിൽ നമുക്ക് ഉടലെടുക്കുന്ന ആഗ്രഹവും അതിന്റെ പൂർത്തിയും തമ്മിലുള്ള ഇടവേളകളുടെ സമയം കുറഞ്ഞു. ആഗ്രഹിച്ചാൽ മതി, അപ്പോൾ നമ്മുടെ വീട്ടിലെത്തും എന്തും. പണ്ട് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പണ്ട് സ്കൂളിൽ പോയിരുന്നത്, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഏറ്റിങ്കര സ്കൂളിൽ പഠിക്കാൻ പോയിരുന്നത് 6 കടന്നിട്ടാണ്. വള്ളത്തിൽ കയറണം, എത്ര 1.5-2.5 കിലോമീറ്റർ നടക്കണം. നടന്നിട്ട് സ്കൂളിൽ പോയി പഠിച്ചതിന് ശേഷം തിരിച്ച് ഈ പുസ്തകവും ചുമന്നുകൊണ്ട്, അന്ന് ബാഗൊന്നുമില്ല, ബാറ് എന്ന് പറയും, ഒരു ബാറ്, ആ ബാറിട്ട് കെട്ടി തോളിൽ വെച്ചോണ്ടാണ് വരുന്നത്. എല്ലാവർക്കും അറിയാം, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കറിയാം. തിരിച്ചു നമ്മൾ നടന്ന് വയറു വിശന്നാണ് വരുന്നത്. എന്തുമാത്രം ക്ഷമ നമുക്കുണ്ടായിരിക്കും എന്നറിയാമോ? വിശപ്പിനെ സഹിക്കാനുള്ള സഹനശക്തി നമുക്കപ്പോഴുണ്ട്. കാരണം നമ്മുടെ തലച്ചോറിനെ നമ്മളങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് തലച്ചോറിന് ട്രെയിൻ? കാരണം ഈ തലച്ചോറിന്റെ സെറിബ്രം എന്ന് പറയുന്ന ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് നമ്മളുടെ ചിന്തകൾ വരുന്നത്. നമ്മുടെ വിവേക ബുദ്ധി നമുക്ക് വരുന്നത്. ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ നമ്മുടെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് വെച്ചിട്ടാണ്. അപ്പൊ അവിടെ അതുകൊണ്ടാണ് നമ്മൾ ഓർമ്മ, എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഇങ്ങനെ അയ്യോ എനിക്കൊന്നും ഓർമ്മയില്ല, ഈ ഭാഗമാണ്. അപ്പൊ ഇവിടെ പ്രവർത്തിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ എന്ത് ചെയ്യും? ഈ എനിക്ക് സാധനം കിട്ടിയില്ല എന്നറിയുമ്പോഴത്തേക്കും ഇവന്റെ ആ ഒരു ശീലിച്ച ഒരു പരിശീലനം കൊണ്ട് ഇവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഉടനെ എനിക്കത് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവൻ കൊട്ടുകൂടി എടുത്തും തല്ലി പൊട്ടിക്കും. അടുത്ത കാലത്ത് ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഇത് നമ്മൾ ബഫറിംഗ് എന്ന് പറയും. ഒരു സാധനം നമ്മളിൽ റേഞ്ച് ഇല്ലെങ്കിൽ ഇവനിങ്ങനെ കറങ്ങി നിൽക്കും. അതിനാണ് ബഫറിംഗ് എന്ന് പറയാം. ഈ കറങ്ങി നിന്നിട്ട് ഇത് സഹിക്കാൻ പറ്റുന്നില്ല, ഇവനെടുത്ത് തലയിൽ ഒറ്റയടിയാണ് തറയിൽ. മൊബൈൽ പൊട്ടി 40,000 രൂപയുടെ മൊബൈൽ അച്ഛൻ വളരെ പ്രയാസപ്പെട്ട് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത മൊബൈല് ബഫറിംഗ് ഡിലേ കാരണം അടിച്ചു പൊട്ടിച്ചു കുട്ടി. അത്രയ്ക്ക് അവൻ അക്ഷമനാണ്. പണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ വിളക്ക് കൊളുത്തി വെച്ച്, അല്ലേ, നേരെ വിളക്ക് കത്തിച്ചു വെച്ചു. കൊളുത്തുക എന്ന് പറഞ്ഞാൽ മുമ്പിൽ കൊളുത്തിയിടുന്നതിനാണ് കൊളുത്തുക എന്ന്, കൊളുത്തിൽ കൊണ്ടിടുന്നതിനാണ് വിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞത്. അല്ല, നമ്മുടെ വീട്ടിൽ ഈ തൂക്കിയിടുന്ന ചങ്ങല വിളക്ക് ഉണ്ടായിരുന്നു. ഇത് വിളക്ക് ഉമ്മറത്ത് കത്തിച്ചു വെച്ചതിന് ശേഷം അവിടെ ഇരുന്ന് നമ്മൾ നാമം പറയും. നാമം പറയുമ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മുമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന് രാമനാമം പറയുമ്പോഴത്തേക്കും അവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇവന് ഇത്രയും പറഞ്ഞിരുന്നാൽ, ഇത്രയും വരി തീർന്നാലേ അമ്മച്ചി അവിടെ നിന്ന് എണീക്കുള്ളൂ, എണീറ്റാലേ ഇവൻ ആഹാരം കിട്ടുള്ളൂ. അപ്പൊ അവനെന്താണ്, ഈ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ അവന് ക്ഷമ അവൻ പരിശീലിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ വിശക്കുമ്പോൾ ക്ഷമ അവൻ പരിശീലിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്നെന്താണ്, നമ്മളെല്ലാം ആചരിച്ചു വന്ന ഒരു പരിപാടിയുണ്ട്. അതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. ഒന്ന് ഏകാദശി വ്രതം, അല്ലെ, തലേ ദിവസം ഒരിക്കലായിരുന്നിട്ട് അടുത്ത ദിവസം ഏകാദശി വൈകുന്നേരം ഒരു അഗ്നിഹോത്രമോ മറ്റോ എന്തെങ്കിലും കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു പൂജയോ ഒരു നിവേദ്യമോ ഒക്കെ അവിടെ ഇരിക്കുന്ന ഭഗവാന് കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ കഴിക്കും. അതാണ് നമ്മുടെ അന്നത്തെ ഭക്ഷണം. എന്നിട്ട് രാത്രി എന്തെങ്കിലും പ്രത്യേകിച്ച് ചെറിയൊരു ഭക്ഷണം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത് ഹാപ്പിയായി. നമ്മൾ ഏകാദശി വ്രതം നമ്മൾ ആചരിച്ചു. ചിലവര് പ്രദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദോഷം ത്രയോദശിയിലാണ്, അല്ലെ, മറ്റേത് ഏകാദശിയിൽ ത്രയോദശിയിലാണ്. പ്രദോഷം രജനീമുഖി എന്നാണ്. രജനി എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ആരംഭത്തിലാണ് പ്രദോഷം. ആ പ്രദോഷവും നമ്മൾ ആചരിക്കും. കുറച്ച് തൈരും ചോറും ഒക്കെ ഇവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടും. അതാണ് നമ്മുടെ ഭക്ഷണം. അങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മുടെ ശരീരം വിശപ്പിനെ നേരിടാൻ പഠിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ കുട്ടികൾക്കില്ല. നമ്മൾ വിശക്കുന്നുമ്പോൾ അവൻ ആഹാരം കൊടുക്കുന്നു, അതൊരിക്കലും തിരിക്കില്ല. അപ്പൊ ഈ വിശക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ശരീരത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ആട്ടോഫൈജി എന്ന് പറയും. അത് മെഡിക്കൽ ഒരു കാര്യമാണ്. ആട്ടോഫൈജി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഉള്ള സെല്ലുകൾ മറ്റുള്ള ഡാമേജ് ആയ സെല്ലുകളെയൊക്കെ തിന്നും, ഭക്ഷിക്കും. ഇപ്പൊ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളെ ഇവൻ കഴിക്കും. മനുഷ്യന്റെ ശരീരത്തിൽ 37.2 ട്രില്യൺ കോശങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും കോശങ്ങൾ എന്ത് ചെയ്യും അവൻ? പിന്നെ മോശമായിട്ടുള്ള സെല്ലുകളെ അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളെയും ഭക്ഷിക്കും. ക്യാൻസറസ് സെൽ എന്ന് പറഞ്ഞാൽ ക്യാൻസറസ് സെല്ലിന് നമ്മൾ സാധാരണ നമ്മുടെ സെല്ലിന് ആവശ്യമായിട്ടുള്ള ഫുഡിന്റെ 50 ഇരട്ടി ഭക്ഷണം വേണം. 50 ടൈംസ് മോർ ഫുഡ് അവന് വേണം. അവനെന്ത് ചെയ്യും? അങ്ങനെയാണ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ വിശപ്പ് അനുഭവിച്ചത് കൊണ്ടാണ് അന്നത്തെ കാലത്ത് ക്യാൻസർ വ്യാപകമായിട്ടില്ലായിരുന്നത്. കാരണം നമ്മുടെ സംസ്കാരത്തിൽ അത് ഉണ്ടായിരുന്നു. അത് ചിന്തിച്ച ഋഷി അഡോപ്റ്റ് ചെയ്ത ഒരു സിസ്റ്റമാണത്, ഒരു ആചരണമാണത്. ഈ ആചരണത്തിൽ കൂടെ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ആചാരാത് പ്രഭവോ ധർമ്മസ്യ പ്രഭുരച്യുത എന്നാണ് വിശ്വസഹസ്രനാമത്തിൽ ചൊല്ലുന്നവർക്ക് അറിയാൻ പറ്റും. ആചാരം ഇല്ലാതെ ജീവിക്കാൻ ഒക്കില്ല നമുക്ക്. ഈ ആചാരങ്ങൾ ഉണ്ടായാൽ, നേരത്തെ ഇവിടെ പറഞ്ഞ സൈക്കോളജിക്കലായിട്ടുള്ള കുറെ ഇഷ്യൂസ് നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്നു. ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇതിന്റെ അപ്പുറത്ത് പോയി പഠിച്ച ഋഷീശ്വരന്മാർ
അവർ പഠിച്ചതിന് ശേഷം അവരൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചു. എന്താണ് സിസ്റ്റം? ഒരാളിന് എങ്ങനെ ഒരാളുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ലെങ്കിൽ ഉറങ്ങുന്നത് വരെ അവൻ എപ്രകാരം ജീവിക്കണം, അതിനൊരു സിസ്റ്റം ഋഷി ഉണ്ടാക്കി വെച്ചു. ആ സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്ത് ആചരിച്ചുകൊണ്ടിരുന്നത്. പ്രഭാതത്തിൽ എണീറ്റ് കട്ടിലിൽ കുറച്ചു നേരം നമ്മൾ ഇരിക്കും. എന്നിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത് ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന് പറയും. എന്തിനാ ഈ കരദർശനം? കരത്തെ നോക്കുക എന്നാണ്. മുസ്ലിങ്ങളൊന്നും ചെയ്യാറുണ്ട്, കണ്ടിട്ടില്ല, നമ്മളേത് പഠിച്ചത്. ഈ കരദർശനം നടത്തും. കരദർശനം നടത്തുക എന്താണ്? ഈ കരം കൊണ്ടാണ്. കരം എന്താണ്? കർമ്മത്തിനുള്ളതാണ്. ഈ കരം കൊണ്ടാണ് ഞാൻ ലോകത്തിൽ പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടത്. ഈ കരത്തിൽ നോക്കിക്കൊണ്ട് ഇതിന്റെ അഗ്രത്തിൽ ലക്ഷ്മി വസിക്കുന്നു, ഇതിന്റെ മധ്യത്തിൽ സരസ്വതി വസിക്കുന്നു, ഇതിന്റെ എന്താണ് ചുവട്ടിൽ ആര് ഗോവിന്ദൻ വസിക്കുന്നു അല്ലെങ്കിൽ ഗൗരി വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരന്മാരിരിക്കുന്ന ഈ കരങ്ങൾ കൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു വൃത്തികേടും കാണിക്കുകയില്ല എന്നതിന്റെ പ്രതിജ്ഞയാണ് പ്രഭാതത്തിൽ നമ്മൾ കട്ടിലിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ എടുക്കുന്ന ആ പ്രതിജ്ഞ. അത് കഴിഞ്ഞിട്ട് എന്ത് പറയും? സമുദ്ര വസനേ ദേവി പർവ്വത സ്ഥനമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അവൻ എന്ത് ചെയ്യുന്നു? കട്ടിൽ നിന്ന് ഭൂമിയെ വന്ദിക്കുന്നു. ഈ രാഷ്ട്രം ഇതെന്റെ അമ്മയാണ്, ഈ ഭൂമിയെ എന്താണ് ഞാൻ വന്ദിക്കുന്നു. ഞാൻ അമ്മയെ, ഞാൻ നിന്റെ നെഞ്ചിലേക്ക് എന്റെ പാദങ്ങൾ വയ്ക്കാൻ പോകുന്നു, അതുകൊണ്ട് അമ്മ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പാദങ്ങൾ എടുത്ത് വയ്ക്കുന്നു. ഇത് പരിശീലിക്കുമ്പോൾ അവൻ ആ അമ്മയെ, ഈ ഭൂമിദേവി എന്ന അമ്മയെ പരിപാലിക്കാനും നമസ്കരിക്കാനും തയ്യാറുള്ള ആ മകൻ വളർന്നു വരുമ്പോൾ അവന്റെ അമ്മയെ ഒരിക്കലും അവൻ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കില്ല. അവന്റെ അച്ഛനെ ഒരിക്കലും നേരത്തെ പറഞ്ഞ പട്ടിക്കൂട്ടിലാക്കില്ല. നമ്മൾ പലയിടവും കാണുന്ന എന്താണ്? കാർ ഷെഡുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനെന്നറിയാമോ? പലരും കാറില്ലാത്ത വീട് കാർ ഷെഡ് നേരത്തെ ഉണ്ടാക്കിയിടും. ലോണൊക്കെ അടച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, പിന്നെ കാർ വാങ്ങാൻ പണമില്ല, പെട്രോൾ അടിക്കാൻ, കാർ വാങ്ങിച്ചാലും പെട്രോൾ അടിക്കാൻ പണമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് തേങ്ങാക്കൂടായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ കാണാം, ഈ അവിടെ പിന്നെ പട്ടിയെ കെട്ടാൻ വേണ്ടി ഒരു ഭാഗത്ത് അങ്ങേ തലക്കര തൂണിന്റെ ഭാഗത്ത് ഒരു ബെഞ്ച് കൂടെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരാളിരിപ്പുണ്ട്, ഒരു തോർത്തും തോളിലിട്ടുകൊണ്ട് അങ്ങനെ ഇരിപ്പുണ്ട്. ആരാ? ആ വീട്ടിലെ അച്ഛനാണ്. കാരണം അകത്തിരിക്കാൻ പറ്റില്ല. കാരണം മരുമകളുടെയോ മകന്റെയോ അല്ലെങ്കിൽ ചെറുമക്കളുടെയോ ഒക്കെ ശാസനകൾ കേട്ട്, അവരുടെ ജൽപ്പനങ്ങൾ കേട്ട് അവർക്ക് പുറത്തിറങ്ങേണ്ടി വരുന്നു. ഇവിടെ ആകുമ്പോൾ സ്വസ്ഥതയുണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലൊന്നും അതില്ല. നമ്മുടെ അമ്മമാരെ നമ്മൾ വളരെ നല്ല രീതിയിലാണ് പരിപാലിച്ചുകൊണ്ട് പോകുന്നത്. പല കുടുംബങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കില്ല. അടുത്ത കാലത്ത് ബോംബെയിലെ ഒരു വാർത്ത വന്നിരിക്കും. എന്താണ്? ആരുമില്ല നോക്കാൻ. ഒരാള് പിന്നെ എന്താണ് ഫ്ലാറ്റിൽ താമസിക്കണം. നമ്മുടെ ഫ്ലാറ്റ് സംസ്കാരത്തിന്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ദിവസവും രാവിലെ അതുവഴി ഇറങ്ങി പോകുന്ന ഒരാൾ നോക്കുമ്പോൾ അകത്തൊരു ലൈറ്റ് കിടപ്പുണ്ട്. ഒരാഴ്ചയായി, രണ്ടാഴ്ചയായി, മൂന്നാഴ്ചയായി കാണാനില്ല. അപ്പോൾ ആള് പുറത്തിറങ്ങുന്നത് കാണാനില്ല. അവസാനത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. കാരണം തുറന്നു നോക്കാനുള്ളതൊന്നും ഇല്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചപ്പോഴത്തേക്കും ഈ ഫ്ലാറ്റിന്റെ അകത്ത് ഇവർ തുറന്നകത്ത് കയറിയപ്പോൾ കാണുന്നത് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ. അസ്ഥികൂടം മാത്രമേ ഉള്ളൂ. ജീവൻ പോയിട്ട് ദിവസങ്ങളായി. ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കുടുംബങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ആ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ മാറിപ്പോയി. നമുക്കിതെല്ലാം പരിഹരിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? കുടുംബയോഗങ്ങളിൽ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? നമുക്ക് ഡ്രഗ് അബ്യൂസ്, നമ്മുടെ പിന്നെ എന്താണ് ഈ ഡ്രഗ് കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതില്ലേ? അത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ലേ? എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുക എന്നത് ആലോചിക്കേണ്ടതില്ലേ? നമുക്ക് അത്തരം ക്ലാസ്സുകൾ ഇവിടെ വയ്ക്കേണ്ട ആവശ്യമില്ലേ? മാസത്തിൽ ഒരിക്കലും ഒരുമിച്ച് കൂടി കുടുംബത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ വരാൻ നമ്മളും തയ്യാറാണ്. നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് എത്താൻ തയ്യാറാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ആ രീതിയിൽ പരിശീലനത്തിലേക്ക് കൊണ്ടുവന്നാൽ ഈ സമൂഹത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ അപ്രത്യക്ഷമാകുന്ന അല്ലെങ്കിൽ വല്ലവന്റെയും പുറകെ ഇറങ്ങി പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ ആൺമക്കളെന്നല്ല പെൺമക്കളും ഡ്രഗിന് അടിമയാണിപ്പോൾ. അവരും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് അവരെ മുക്തി നേടുവാൻ സാധിക്കും. നട്ടുച്ച നേരത്ത് ഇത്രയും സമയം, കാരണം എല്ലാവരുടെയും ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നില്ല, ക്ഷമ വേണം എന്ന് തന്നെയാണ് അഭിപ്രായം. എങ്കിലും അതിന് ഭക്ഷണം കഴിക്കേണ്ട സമയമായി. കൂടുതൽ സമയം സംസാരിച്ച് വേദാന്തം വിളമ്പി ഒരു അസമയമായതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ക്ഷമയോട് കേട്ടിരുന്ന എല്ലാ നല്ലവരായ ഗുരുജനങ്ങൾക്കും അമ്മമാർക്കും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പാദ നമസ്കാരം ചെയ്തുകൊണ്ട് വിരമിക്കുന്നു. നമസ്തേ.